உறவே உன்னை பார்க்கும் போதெல்லாம் உடனே உருக மனமானையிட்டு கேட்டதே நிலை என்னை மீறி போனதே அன்பே இதயம் நிறைய ஒரு ஆசை வந்ததே அருகே இருக்க உடல் மொத்தம் என்னை கேக்குதே இடைவேளி இன்றி தாக்குதே அன்பே சொல்லாமல் போனாலும் எந்த காதல் அறிவாயோ ஏற்காமல் போவாயோ என நீ விலகிச் செல்வாயோ வேண்டாம் என்றாலும் உன நான் என்றும் மறவேனோ. ജിന എടാ എന്തായി എന്തായിന്ന് അല്ല നീ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ പിള്ളേരെ അതിന് നീ ഞാൻ എപ്പോഴാ കല്യാണം കഴിച്ച് പെട്ടത്? അല്ലടാ എടാ നമ്മുടെ ചെക്കന്മാരുടെ കാര്യം അതല്ലേ ഞാൻ ചോദിച്ചത്. നമ്മളെപ്പോഴാ അച്ഛനും അമ്മയൊക്കെ ആയേ? എടാ നമ്മൾ അച്ഛനല്ലേ ആവത്തുള്ളൂ, അമ്മ എങ്ങനെ ആവുന്നേ? അയ്യോ എൻ്റെ ജെക്ക് എന്താ പറയാൻ വന്നേ? കാര്യം പറ. നീ എന്നെ രാവിലെ തന്നെ കൺഫ്യൂഷൻ അടിക്കുന്നു. കാര്യം പറയടാ. എടാ ജീവനാ, ഇന്നലെ നമ്മൾ കണ്ട 2 പിള്ളേരുണ്ടായിരുന്നു. ഏത് പിള്ളേർ? എവിടുന്ന് പിള്ളേർ? എടാ വളരെ തൃപ്തിയായി പറ. അല്ല ഇന്നലെ 2 ചുള്ളൻ ചെക്കന്മാരെ നമ്മൾ കണ്ടില്ലേ? ഷുഗ അല്ലേ? ഷുഗ എന്ന് പറയുമ്പോൾ നിനക്കൊരു തുള്ളിച്ചാട്ടം ഉണ്ട്. കോഴി അല്ലല്ല, നിനക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ശൃംഗാരം തോന്നി. അപ്പം ഞാനും വിചാരിച്ചു ഞാനും ഒരു കോഴിയാവാന്ന്. അതൊക്കെ വിടടാ. അവരുടെ കാര്യം നീ തിരക്കിയോ? ഞാൻ തിരക്കി. എന്നിട്ടെന്താ പുള്ളി നീ എന്നോട് പറയാനാ? അതിപ്പോൾ പറയണ്ടെന്ന് തോന്നി. നമ്മൾ പോയ കാര്യങ്ങൾ നടന്നില്ല, അതിൻ്റെ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത്. എടാ ദേഷ്യങ്ങളൊക്കെ അവിടെ നിൽക്കും. നമ്മുടെ ലൈഫ് പാർട്ട്ണർ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ദേഷ്യം കാണിക്കരുത്. എനിക്കാണെങ്കിൽ ഇന്നലെ ഉറങ്ങാനേ പറ്റിയത് എൻ്റെ ജീവനോ. അതെന്താ നിൻ്റെ കണ്ണിൽ വല്ലോ അപ്പീട്ടോ? ഏടാ എന്താ പറ. എനിക്കെന്താന്ന് വെച്ചാടാ അവൻ്റെ കണ്ണ്, ചുണ്ട്, മൂക്ക് നിർത്ത് ഒരുപാട് അങ്ങ് വിവരിക്കണ്ട. ഞാനൊരു മനുഷ്യനാണ്. അപ്പം നിനക്കും ഉണ്ടായോ? ഉണ്ടായില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, സത്യം തന്നെ പറയണം. അതിലേ തന്നെ ഞാൻ ഉണ്ടായില്ലെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? അതില്ല, എനിക്ക് നിന്നെ അറിയത്തില്ലടാ. നീ എന്തായാലും റെഡിയാവും. ഞാൻ കണ്ടുപിടിച്ചു അവരെവിടെ ഉള്ളതെന്ന്. അത് ഏതോ ഒരു ഓർഫനേജിൻ്റെ പേര് പറഞ്ഞില്ലേ, എന്തോ സെൻറ്റ് തോമസ് ചർച്ച്. അത് തന്നെടാ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ. എടാ നമുക്ക് പോയി അതൊന്ന് കാര്യങ്ങളെല്ലാം ശരിയാക്കാം. എന്ത് ശരിയാക്കാനാടാ? അല്ല ഞാനെല്ലാം റെഡിയാക്കി, അറിഞ്ഞപ്പോൾ തന്നെ എല്ലാമേ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോയി പിള്ളേരെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. എന്താ ജീവന നീ പറഞ്ഞേ? അതെ, അവരെ നമ്മൾ അഡോപ്റ്റ് ചെയ്തു. സത്യമായിട്ടോടാ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എപ്പോഴേ അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്നറിയോ? ഞാൻ അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ തന്നെ അവിടുത്തെ ഫാദറിനെയും സിസ്റ്ററിനെയും പോയി കണ്ടിട്ട് എല്ലാം റെഡിയാക്കി അവിടത്തേക്ക് ഡൊണേഷനും കൊടുത്ത് പിള്ളേരെ സെറ്റാക്കി. ഇനി നമ്മൾ ചെന്ന് അവരെ ഇനി വിളിച്ചുകൊണ്ട് വന്നാൽ മതി. അത് നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത്. അതെല്ലാം നാളെ എൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഒരു സർപ്രൈസ് തരാമെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നീ വന്ന് അതെല്ലാം പൊളിച്ചു നാശം പിടിച്ചു. എൻ്റെ ജീവന ഇപ്പോഴാണ് നീ എൻ്റെ ഒരു ബ്രദറായത്. അല്ലെങ്കിൽ ആവത്തില്ല. ആവുകയാണ്. എന്തായാലും ഞാൻ റെഡി ആയിട്ടോട്ടെ. എനിക്ക് ആകാംക്ഷ. എനിക്കറിയാം നീ എന്തായാലും ഇപ്പോൾ റെഡിയാ. അങ്ങനെ നമ്മുടെ ജിയൊക്കെ തുള്ളി ചാടി പോയി പെട്ടെന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ആ ഓർഫനേജിൽ പോയി. അവിടെ വെച്ച് നമ്മുടെ ജെയ്ക്ക് ചോദിക്കുന്നുണ്ട്, ജീവന എന്താടാ? അല്ല എന്ത് പറഞ്ഞിട്ടാണ് നീ അവരെ അഡോപ്റ്റ് ചെയ്തേ? അതോ ഫസ്റ്റ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡാഡി എന്ന് പറഞ്ഞാൽ മതിയെന്ന്. എന്താ ഡാഡിയാ? എടാ എനിക്ക് എவ்வளோ ഏജുണ്ട്? നമ്മൾ ഡാഡിയാവാറായോ? എടാ അത് വേറെ ഡാഡിയാ,
ഇവിടെ നമ്മൾ ചുമ്മാ സ്റ്റെപ്പ് ഡാഡി എന്നും പറഞ്ഞ് എഴുതി കൊടുത്തതേ ഉള്ളൂ. ഓ അങ്ങനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ. അവൻ ഓരോ പ്രാവശ്യം ഡാഡി ഡാഡി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ ആ അവൻ്റെ അച്ഛനോ എന്നൊരു വിഷമം വരും. അതുകൊണ്ട് ചോദിച്ചതാണ്. അതൊന്നും വിഷമിക്കണ്ട. ആ ഡാഡിയുടെ ഫീൽ വേറെയാണ്. അത് നിനക്ക് പോകെ പോകെ മനസ്സിലാവും. അതെന്തൊരു ഡാഡിയാടാ, അതൊക്കെ മനസ്സിലാവും. നീ കേട്ടിട്ടില്ലേ ഷുഗർ ഡാഡി, അങ്ങനെ ഡാഡി ഇങ്ങനെ ഡാഡി എന്നൊക്കെ? ഓ ഷുഗർ ഡാഡി എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഡാഡി എന്തൊരു ഡാഡിയെന്ന്? അത് എന്തിരോ ഡാഡി. നീ വാ, അവരൊരുപാട് നേരമായിട്ട് വെയിറ്റിംഗ് ചെയ്യുക എന്ന് ആ മദർ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. നീയായിട്ട് ഇനിയും വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിള്ളേരുടെ പാട്ടിന് പോവും. പിന്നെ വേറെ ആരെങ്കിലും അവരെ അഡോപ്റ്റ് ചെയ്യും. അത് വേണോടാ? ശരി. അങ്ങനെ നമ്മുടെ ചേക്കിൻ്റെ ഹോട്ടൽ നല്ല രീതിയിൽ റീച്ച് ആവുന്നുണ്ട്. പീറ്റ് കൂൾ കൂൾ കൂൾ, ഒന്നും നടക്കാൻ പോകുന്നില്ല. എല്ലാം നല്ലതിനാണല്ലേ. എടാ എന്നാലും അവൻ ഡാഡിന്ന് വിളിച്ച ഒന്നുമില്ല. നീ വാ. പുല്ലേ, നീ വരുന്നുണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് എൻ്റെ അടുത്ത്. അവൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഒരുപാട് നേരം ആയിരുന്നു. നീ വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ വാർഡ് നോക്കി പോവും. എനിക്ക് വേണമെന്ന് ചെക്കനെയും കൊണ്ട്. എടാ അപ്പം ഞാനോ? നീ എന്തോ നിന്റെ ചെക്കനെ കൊണ്ട് വേണമെങ്കിൽ വാ, വേണ്ടെങ്കിൽ പോവും. എടാ കാലം പ്രാന്താ. ആ അറിയാലോ, വേഗം വായെങ്കിൽ ഇങ്ങോട്ട്. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ ജോലിയുള്ളതാ. എന്ത് ജോലി? എടാ നമുക്കിനി ജോലിയൊന്നും ഇല്ല കുറച്ച് നാളത്തേക്ക്. പോടാ കോപ്പേ, നീ ഒന്ന് വന്നേ. അളിയാ ഇതാ വരുന്നടാ എൻ്റെ ദേവത. അളിയനാ? എടാ ജേക്ക്. ആ നീ എന്താ വിളിച്ചേ? അളിയാന്ന്. എടാ ഞാൻ നിന്റെ അളിയനാണോ? അത് പിന്നെ ജിമിൻഷി അറിയാതെ വായിന്ന് വന്നു പോയതാ. ഒരുപാടങ്ങ് വെള്ളം ഇറക്കല്ലേ ജയിക്ക്, നാണക്കേടാണേ. ആടാ പറ്റിപ്പോയി, ഒരബദ്ധം, ക്ഷമിക്ക്. ഇനി ആവർത്തിക്കല്ലേ. വീട്ടിൽ പോയി വെള്ളം ഇറക്ക്. ശരി. അല്ലാതെ എന്ത് ചെയ്യാനോ? മിസ്റ്റർ ജെ.കെ. ജിമിൻ? ആ ഫാദർ, ഞങ്ങളാണ്. ജിമിനെ എനിക്കറിയാം. ജെ.കെ. ഇതാണ്. ആ ഓക്കെ. നിങ്ങൾക്കിനി ഇവരെ കൂട്ടിക്കൊണ്ട് പോകാം. എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. താങ്ക് യു ഫാദർ. താങ്ക് യു സോ മച്ച്. ഞങ്ങളാണ് നിങ്ങൾക്ക് താങ്ക്സ് പറയേണ്ടത്. എന്താണെന്നല്ലേ, ഇവരുടെ ഭാവി നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങളാണ് നിങ്ങൾക്ക് താങ്ക്സ് പറയേണ്ടത്. പിന്നെ ജിമിനെ, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ആ ഓക്കെ ഫാദർ, ഞാൻ നോക്കിക്കോളാം. ശരി. ജിമിൻഷി. ആ എന്താടാ? അല്ല ഫാദർ എന്താ നിന്നോട് സൂചിപ്പിച്ചേ? അത് പിന്നീട് പറയാം. ഇപ്പോൾ അത് നീ അറിയാൻ സമയമായില്ല. അതെന്താടാ ഞാനറിയാത്തൊരു കാര്യം? നിനക്കുള്ളത് എനിക്കല്ല. പിന്നെ അത് പിന്നീട് പറയാം. ഇപ്പോൾ അത് പറഞ്ഞ് നമ്മുടെ ഹാപ്പിനെസ്സും അവരുടെ ഹാപ്പിനെസ്സും കളയണ്ട. ഞാൻ പറയാം നിന്നോട്. ശരി. അങ്ങനെ ജെയ്ക്കയും ജിമിനും നമ്മുടെ പിള്ളേരുമായിട്ട് അവരുടെ മാൻഷനിലെത്തി. നിങ്ങൾ ഇറങ്ങി, ഞാൻ കാർ പാർക്ക് ചെയ്തിട്ട് വരാം. ജെ.കെ. നീ ഇവരെ കൂട്ടിക്കൊണ്ടു പോ. ശരി. ജിമിനാ, ഡാ മതി. നീ എന്നോട് പറഞ്ഞു വീട്ടിൽ പോയി പല്ലിളിച്ചോളാൻ. എടാ അത് ഇപ്പോഴല്ല, അതിന് സമയം കാലമൊക്കെ ഉണ്ടില്ലേ. ശരി. ടീ ബേബി. എന്താ ഷുഗ? ബ്രോ. ഗുഡ് ബൈ. ഞാനെന്താ വിളിക്കണ്ടേ? ഡാഡി എന്നല്ലേ? ഡാഡി. അയ്യോ ഡാഡി. എന്താ? അല്ല ഡാഡി എന്ന് വിളിച്ചോളായിരുന്നു. വാ. അങ്ങനെ റൂമൊക്കെ കൊണ്ട് കാണിച്ചു. എനിക്കുള്ള റൂം? നിനക്കിവിടെ റൂമൊന്നുമില്ല. അപ്പം ഞാൻ റോഡിൽ കിടക്കണോ? നിങ്ങൾ അതിനാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്? ബിബി നീ ഇങ്ങനെ കരയാതെ.
ഞാൻ റൂമില്ലെന്ന് നിങ്ങളല്ലേലും പറഞ്ഞു ഞാൻ റോഡിൽ കിടക്കണമെന്ന്. ഞാൻ ഞാൻ ഓർഫനേജിൽ എനിക്ക് ഷുഗയ്ക്ക് ഒരു റൂമായിരുന്നു. ഇപ്പൊ ഷുഗയെ എന്നെ പിരിച്ച് ഞാൻ ഓടിക്കിടക്കണമെന്ന് പറയുന്നത്. എനിക്ക് ഷുഗ ഇപ്പൊ കാണണം. അയ്യോ ജീവൻജി. ഷുഗ, ആ ഡാഡി നീ എൻ്റെ റൂമിലാണേ. ഡാഡി ഞാൻ ഡാഡിയുടെ റൂമിലോ? നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ടേ ബേബിയോ? ടേ ജേക്കിൻ്റെ റൂമിലായിരിക്കും. അവനല്ലേ അവൻ്റെ ഡാഡി. ഞാനും അവനും ഒരേ റൂമിലോ ഓർഫനേജിൽ. ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പറ്റില്ല എനിക്ക്. അത് സാറില്ല, ഇനി അങ്ങോട്ട് മാറിയേ പറ്റൂ. അതെ, ടേയുടെ കാര്യം ഫാദറിനോട് പറഞ്ഞിരുന്നു. നിങ്ങളുടെ ലൈഫിനെ കുറിച്ചും പറഞ്ഞിരുന്നു. ഇപ്പോൾ നിങ്ങളൊക്കെ അല്ലേ? ഡാഡി അതിനെക്കുറിച്ച് ഫാദർ പറഞ്ഞോ? പറഞ്ഞു. അത് പിന്നെ അങ്കിള് അങ്ങനെ ചെയ്തോണ്ട് ഞങ്ങൾ അവിടെ നിന്നും. അത് നീ പറയണ്ട, എനിക്ക് മനസ്സിലാവും. അത് ജേക്കയോട് ഞാൻ പറഞ്ഞിട്ടില്ല. അതിപ്പോൾ അവൻ അറിയണ്ട. എന്തായാലും ഈ ഇടം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് സമയം എടുക്കും. അതുവരെ ക്ഷമിക്കൂലേ എല്ലാം? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ നിങ്ങളുടെ കോളേജ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ഡാഡി താങ്ക് യു സോ മച്ച്. എന്തിന്? അല്ല, ഞങ്ങളെ ദത്തെടുത്താൻ. എന്താ? അല്ല, അഡോപ്റ്റ് ചെയ്തേന്. അതൊക്കെ വിട്, നിങ്ങൾ സന്തോഷമായിട്ടിരുന്നാൽ മതി. ഇന്ന് മുതൽ കോളേജിൽ ജോയിൻ ചെയ്യുന്ന? നാളെ മുതൽ വേണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യും. ഞാൻ തന്നെ കൊണ്ടാക്കാം നിങ്ങളെ. ജിമിൻഷി, ഇതെന്തൊരു സൗണ്ടാ? ജെക്കെയാണെന്ന് തോന്നേ. ജെക്കെ കേട്ടോ, ഞാനൊന്ന് പോയിട്ടെ. ടേ ബേബിയാണ്. ഞാനിവിടെ വരട്ടെ ഡാഡി. വാ.